അപ്പോൾ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണെന്നല്ല, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു, വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ. പിന്നെ മഴ മാറിയപ്പോഴാണ് വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിട്ട് കേട്ടോ. അങ്ങ് എത്തുന്നവരെ എവർഗ്രീൻ ലാലേട്ടൻ്റെ സോങ്സ് മാത്രമാണ് വണ്ടിയിൽ ഇട്ടിരുന്നത്. അതൊക്കെ കേട്ട് നല്ല സന്തോഷത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങാറായപ്പോഴും നല്ല മഴയായിരുന്നു. പിന്നെ നനഞ്ഞുകൊണ്ടാണ് ഓഡിറ്റോറിയത്തിൽ ചെന്ന് കയറിയത്. അവിടെ ആണെങ്കിൽ ഒരു ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വയലിനൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി താലികെട്ട് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് ബാക്കി ഫംഗ്ഷൻ മാലയിടിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാലയിടീലിന് മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് വന്ന് എന്ന് വെച്ചാൽ കല്യാണം കഴിയുമ്പോഴേ നമുക്ക് ഇറങ്ങാമല്ലോ. തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ആദ്യം ഒരു വണ്ടി ഇങ്ങോട്ട് വിടുന്നുള്ളൂ, പിന്നെ അല്ലെങ്കിൽ നല്ല വാതിലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി വരത്തുള്ളൂ. അങ്ങനെ യൂഷ്വലി എന്നത്തെയും പോലെ തന്നെ ഞാൻ ചോറും പരിപ്പും പപ്പടവും മാത്രമാണ് മേടിച്ചത്. ഞാൻ സാമ്പാർ മേടിച്ചില്ല. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ കളഞ്ഞുപോയി. പക്ഷേ അത് ഈ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കാണാൻ കയറി നിന്നപ്പോഴാണ് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയ ആ കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ അതുകൊണ്ട് കഴിക്കാൻ പറ്റി. 3 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസം എല്ലാം കഴിച്ചു. പിന്നെ ഞാൻ പുളിശ്ശേരി, രസം, മോര് ഈ വക സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചില്ല. കാര്യം എൻ്റെ വയറ് ഫുള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ടായിരുന്നു. അങ്ങനെ കൈയൊക്കെ കഴുകിക്കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കാണാൻ പെണ്ണിനെയും ചെറുക്കനെയും കാണാൻ വേണ്ടി കയറി നിന്ന സമയത്താണ് ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയ വിവരം ഞാൻ അറിയുന്നത്. ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ അവിടെ എല്ലാം നടന്ന് നോക്കിയിട്ട് സാധനം എനിക്ക് കിട്ടിയില്ല. അതിപ്പോൾ അർഹതപ്പെട്ട ആർക്കോ കിട്ടിക്കാണും, അത് എൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ട പൈസയാണെന്ന് ഓർത്ത് ഞാൻ അങ്ങ് സമാധാനിച്ചു. ഈ ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല ഗൈസ്. കയ്യിൽ നിന്ന് പൈസ പോയെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ പൊന്നമ്മച്ചി അന്നേരം എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നു കേട്ടോ. കാര്യം പോലും ചോദിച്ചില്ല. എന്നാലും ഒരു 10 രൂപ പോലെ നമുക്ക് വിഷമമല്ലേ. വിഷമമൊക്കെ പോട്ടെ, സാരമില്ല. ഇത് ജഡായിപ്പാറയാണ് കേട്ടോ, നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ.